Hi viewers, today we will be discussing about a new topic, review of literature. നമ്മൾ റിസർച്ച് പ്രോസസ്സിലെ ഓരോ സ്റ്റെപ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടുന്നത്, അതിന് വേണ്ടിയിട്ട് ഏതെല്ലാം ക്രൈറ്റീരിയ ഉപയോഗിക്കണം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തതായിട്ട് ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. The review of literature is not mere reading for reading's sake. It is also not a casual reading like reading of a story or novel. It is focused and directed towards specific purposes. It is also selective. A researcher has to select the kinds of literature to be reviewed and determine the purpose for which the research has to study them. നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വെറുതെ ഒരു വായനയല്ല. ഇറ്റ് ഈസ് നോട്ട് മിയർ റീഡിങ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് നമ്മൾ റിസർച്ച് പ്രോസസ് സ്റ്റെപ്സ് പഠിച്ചപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ആ ഒരു റിസർച്ച് ടോപ്പിക് അല്ലെങ്കിൽ ആ പ്രോബ്ലവുമായിട്ട് ബേസ് ചെയ്ത് കുറേയേറെ ബുക്സും മാഗസിൻസ്, റിപ്പോർട്ട്സ്, അതായത് മുൻപ് ആരെങ്കിലും അതിന് ആ ഒരു ടോപ്പിക്കിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ട്സ്, അതുപോലെ ഏതൊരു മെറ്റീരിയൽ, വെബ്സൈറ്റുകൾ, നമ്മളിതെല്ലാം വായിക്കുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അത് വളരെ അന്ന് നമ്മളതൊരു ആ ഒരു പ്രോസസ്സ്, അതായത് റിസർച്ച് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സിൽ എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു വായന മാത്രമല്ല, ഇത് റിസർച്ചിൻ്റെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയെങ്കിൽ മാത്രമേ റിസർച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ദ റിസർച്ചർ റിവ്യൂസ് ഓൾ ദ അവൈലബിൾ ലിറ്ററേച്ചർ റിലേറ്റഡ് ഇറ്റ് ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. ഏതൊരു പ്രോബ്ലമാണോ റിസർച്ചർ തിരഞ്ഞെടുത്ത് റിസർച്ച് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ എല്ലാം റിവ്യൂ ചെയ്യുകയാണ്. അതെല്ലാം നോക്കി അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്ന പ്രോസസ്സിനെയാണ് റിവ്യൂ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ റീഡിങ്. അപ്പോൾ വെറുതെ കുറേ ബുക്കുകൾ എടുത്ത് വെച്ച് വായിക്കുന്നതല്ല റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ആൻഡ് ഡിറക്റ്റഡ് ടുവേർഡ്സ് സ്പെസിഫിക് പർപ്പസ്. ഒരു റിസർച്ച് ചെയ്യുന്നത് അത് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന്, അപ്പോൾ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്ത് അതിനെ വെച്ചിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പർപ്പസ്, ആ റിസർച്ച് പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ആ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തേണ്ടുന്നത്. അല്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് പോയിട്ട് കാര്യമില്ല. എന്താണോ ആ ഒരു റിസർച്ച് പ്രോബ്ലം, യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വായിക്കുന്നത്. അപ്പോൾ എന്താണോ റിസർച്ച് പ്രോബ്ലം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പർപ്പസ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ എല്ലാം തന്നെയും റിവ്യൂ ചെയ്യാൻ. നെക്സ്റ്റ്, ദ പർപ്പസസ് ഓഫ് റിവ്യൂ. ദ റീസൺസ് ഫോർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആർ to gain a background knowledge of the research topic. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്റ്റ് ചെയ്യുന്നത്?
ടു ഗെയിൻ എ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓഫ് ദ റിസർച്ച് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത അടിസ്ഥാനപരമായിട്ടുള്ള ചില അറിവുകൾ ഉണ്ടായിരിക്കും. അത് വളരെ കുറച്ച് മാത്രമായിരിക്കാം റിസർച്ചർക്ക് അതിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നേരത്തെ ലഭ്യമായിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയേ മതിയാകൂ. അപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റിനൊരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണയെ കാണുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളോ മറ്റ് പ്രോജക്റ്റ് റിപ്പോർട്ട്സുകളൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അതാണ് ടു ഗെയിൻ എ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓഫ് ദ റിസർച്ച് ടോപ്പിക്. ഏതൊരു ടോപ്പിക്കാണ് റിസർച്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൻ്റെ കുറേ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നേടുക എന്നുള്ളത്. ദെൻ ടു ഐഡൻറ്റിഫൈ ദ കോൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു ഇറ്റ്. അടുത്തതായി ആ ഒരു ടോപ്പിക്കിനകത്ത് ധാരാളം കോൺസെപ്റ്റുകളുണ്ടാകും. നമുക്കറിയാമല്ലോ, കോൺസെപ്റ്റുകളെല്ലാം കൂടെ ചേർന്നതാണ് നമ്മളുടെ പല സബ്ജക്റ്റുകൾ പോലും. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കുന്നു, അതിനകത്ത് നിരവധി കോൺസെപ്റ്റുകളുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിനകത്ത് ധാരാളം കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകളാണ് പിന്നെ പ്രായോഗികമായിട്ട് അക്കൗണ്ടിങ്ങിലൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങൾക്കും കുറച്ച് കോൺസെപ്റ്റ്സാണ് അടിസ്ഥാനപരമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആ ഒരു റിസർച്ച് ടോപ്പിക്കുമായിട്ടും റിലേറ്റ് ചെയ്ത് ധാരാളം കോൺസെപ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് എടുക്കുകയാണ്, ടു സ്റ്റഡി ദ ലേബർ വെൽഫെയർ മെഷേഴ്സ്. ആ ലേബർ വെൽഫെയർ മെഷേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ധാരാളം കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയെങ്കിലേ ആ ടോപ്പിക്ക് ശരിയാം വിധം മനസ്സിലാക്കി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, ഇറ്റ് പ്രൊവൈഡ്സ് ഡിറക്ഷൻ ടു റിസർച്ച്. ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആ ഒരു റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. കോൺസെപ്റ്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് തന്നെ ധാരാളം വേരിയബിൾസ് കണ്ടുപിടിക്കാം. പിന്നെ ആ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിരവധി കാര്യങ്ങൾ ആ കോൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ തന്നെ മനസ്സിലാകും. അല്ലാതെ ലേബർ വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടേം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കോൺസെപ്റ്റുകളെല്ലാം അറിയുമ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റിനെയർ തയ്യാറാക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അടുത്തതായി ടു ഐഡൻറ്റിഫൈ ഡേറ്റ സോഴ്സസ് യൂസ്ഡ് ബൈ അതർ റിസർച്ചേഴ്സ്. ഇനി റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനകത്ത് വരുന്നതാണ് മറ്റുള്ള റിസർച്ചേഴ്സിൻ്റെ റിപ്പോർട്ട്സുകൾ ഒക്കെ വായിക്കുക എന്നുള്ളതും. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അത്തരം റിപ്പോർട്ട്സൊക്കെ വായിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഡേറ്റ കണ്ടുപിടിച്ചത്, ഏതെല്ലാം സോഴ്സസിലൂടെയാണ് അവർ ഡേറ്റ കളക്ട് ചെയ്തത്, ഇത്തരം കാര്യങ്ങളും കൂടെ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് മറ്റു റിസർച്ചേഴ്സിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുന്നത് വഴി ആ ഡേറ്റ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പഠനത്തിനാവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്ന മാർഗങ്ങളൊക്കെ മനസ്സിലാകും. ഏതൊക്കെ സോഴ്സസിലാണ് അത് ലഭ്യമാകുന്നത് എന്നൊരു ഐഡിയയും കിട്ടും. ഇനി അടുത്തതായി ടു ലേൺ ഹൗ അതേഴ്സ് സ്ട്രക്ചേർഡ് ദെയർ റിപ്പോർട്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു റിസർച്ചേഴ്സിൻ്റെ റിപ്പോർട്ട്സുകൾ അത് വായിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടുന്നത്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഘടന, അതിൻ്റെ ഒരു ഫോർമാറ്റും മനസ്സിലാകും. ഇപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ കാര്യമാണെങ്കിലും മുൻപ് ചെയ്തവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ട്സൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്കും അത് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കും. അപ്പോൾ അതാണ് മറ്റുള്ളവർ ചെയ്ത റിസർച്ചിൻ്റെ റിപ്പോർട്ട്സൊക്കെ വായിക്കുമ്പോൾ പിന്നീട് റിസർച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാകും റിപ്പോർട്ടൊക്കെ എങ്ങനെ തയ്യാറാക്കണം. അതുവഴി അവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഒക്കെ നല്ല രീതിയിൽ എല്ലാം റെഡിയാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഉദ്ദേശങ്ങൾ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ. പല തരത്തിലുള്ള ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്.
അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് സ്റ്റഡി റിവ്യൂ. When literature is reviewed by researcher with the pure intention of gaining knowledge about a particular topic. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് ആർജിക്കുവാൻ വേണ്ടിയിട്ട് റിസർച്ചർ നടത്തുന്ന റിവ്യൂ, അതിനെയാണ് സെൽഫ് സ്റ്റഡി റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുവാൻ പലതരത്തിലുള്ള ബുക്കുകൾ, ജേർണൽസ്, വെബ്സൈറ്റുകൾ, അതുപോലെ മറ്റ് റിസർച്ചേഴ്സിൻ്റെ വർക്കുകൾ, ഇവയെല്ലാം റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ സെൽഫ് സ്റ്റഡി റിവ്യൂ എന്ന് പറയാം. അപ്പോൾ ടോപ്പിക്കിനെ കുറിച്ച് അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ് സെൽഫ് സ്റ്റഡി റിവ്യൂ. നെക്സ്റ്റ്, മെത്തഡോളജിക്കൽ റിവ്യൂ. It serves the purpose of making researcher aware about the research methodology used in previous researches. ഇനി മെത്തഡോളജിക്കൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റിസർച്ചറിന് എങ്ങനെയാണ് ഈ റിസർച്ചിനകത്ത് മെത്തഡോളജി ഉപയോഗിക്കേണ്ടുന്നത്, മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഏതു രീതിയിലാണ് ഈ റിസർച്ച് ചെയ്യേണ്ടുന്നത്, എങ്ങനെയായിരിക്കണം ഇതിൻ്റെ പോപ്പുലേഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പിളിംഗ് എടുക്കേണ്ടുന്നത്, ഇതിൻ്റെ ഡേറ്റ സോഴ്സസ് ഏതൊക്കെയാണ്, ഇനി എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഇതിനകത്ത് അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ഏകദേശം അതേപോലെയുള്ള ടോപ്പിക്സിൽ മറ്റു ആരെങ്കിലും മുൻപ് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്യുന്നതിനെയാണ് മെത്തഡോളജിക്കൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മുൻപ് ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മെത്തഡോളജി, ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മെത്തഡോളജിക്കൽ റിവ്യൂ എന്ന് പറയാം. അടുത്തതായി ഹിസ്റ്റോറിക്കൽ റിവ്യൂ. ഇറ്റ് എക്സ്പ്ലോർസ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് എ റിസർച്ച് ടോപ്പിക് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു റിസർച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ ആ റിസർച്ചർക്ക് സ്വാഭാവികമായിട്ടും അറിയാനൊരാഗ്രഹം കാണും, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻപ് ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ റിസർച്ചിനകത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഡേറ്റ കളക്ഷൻ, അനാലിസിസ് ഓഫ് ഡേറ്റ, ഇതിനൊക്കെ എത്ര സമയമെടുത്ത് കാണും. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻപ് ചെയ്തവരുടെയൊക്കെ റിപ്പോർട്ട്സ് നോക്കിയാൽ മതിയാകും. അതിനകത്ത് കാണും എത്ര നാളുകൊണ്ടാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയത്, പിന്നെ ഡേറ്റ കളക്ഷൻ എത്ര നാളുകൊണ്ടാണ്, പിന്നീട് ഇതിൻ്റെ അനാലിസിസിന് എത്ര സമയമെടുത്തു, അതെല്ലാം ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മുൻപുള്ള റിപ്പോർട്ടിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഓരോരോ കാലയളവിലും അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിവ്യൂ ആണ് ഹിസ്റ്റോറിക്കൽ റിവ്യൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്കും എന്താണ് ലിറ്ററേച്ചർ റിവ്യൂവും ഡേറ്റ കളക്ഷനും ഒക്കെ നടത്താൻ സാധിക്കും. ആ സമയം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് സാധിക്കും. അതാണ് ഹിസ്റ്റോറിക്കൽ റിവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായി ഇൻ്റഗ്രേറ്റീവ് റിവ്യൂ. എ മോർ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു റിവ്യൂവിങ് ദ ലിറ്ററേച്ചർ. ഇൻ്റഗ്രേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരു ടോട്ടാലിറ്റിയാണ് ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ തരത്തിലുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ചും. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് സെൽഫ് സ്റ്റഡിയിൽ എങ്ങനെയായിരുന്നു ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടുക എന്നുള്ളതായിരുന്നു. മെത്തഡോളജിക്കൽ റിവ്യൂവിൻ്റെ ലക്ഷ്യം ആ മെത്തഡോളജിയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുക. ഹിസ്റ്റോറിക്കൽ റിവ്യൂവിൽ എങ്ങനെയായിരുന്നു, അതിന് ആ മുൻപ് ചെയ്ത റിസർച്ചേഴ്സ് ഏതെല്ലാം കാലയളവിലാണ് റിസർച്ചിൽ ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇവിടെ ഇൻ്റഗ്രേറ്റീവ് റിവ്യൂവിനകത്ത് ഇതെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ റിപ്പോർട്ട്സൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതെല്ലാം നോക്കും. അതിനകത്ത് ഇതെല്ലാം ഉദ്ദേശമാണെന്ന് പറഞ്ഞാൽ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടുക, എന്ത് മെത്തഡോളജിയാണ് ഉപയോഗിച്ചത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി ഏതെല്ലാം കാലയളവിലാണ്
ഓരോ കാര്യങ്ങളും ചെയ്തത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു ടോട്ടാലിറ്റി അപ്രോച്ച്. മൊത്തം കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിവ്യൂ ആണ് ഇൻ്റഗ്രേറ്റീവ് റിവ്യൂ. നെക്സ്റ്റ്, തിയററ്റിക്കൽ റിവ്യൂ. When the literature review is conducted with the purpose of comparing the various theoretical perspectives related to an issue, it is called theoretical review. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ, ഏതെങ്കിലും ഒരു ടോപ്പിക്, അതിനെക്കുറിച്ച് പലരും പഠിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവരെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ് അത് പഠിക്കുന്നത്. അവരൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അതിന് ബേസ് ചെയ്ത് പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ്. അതിനെയാണ് തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അവരുടെ പലരുടെ കാഴ്ചപ്പാടുകളിൽ അവർ തിയറീസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അവയൊക്കെ കമ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ച് അവയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിവ്യൂ ആണ് തിയററ്റിക്കൽ റിവ്യൂ. നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അങ്ങനെ എഴുതിയിട്ടുണ്ട്. പലരും ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പലരും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, പലരും അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയാണ് എന്തിനു വേണ്ടിയിട്ട്, അവയുടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് ഓരോരുത്തരുടെയും പഠനം വ്യത്യസ്തമാകുന്നത്, എന്തെല്ലാമാണ് ഓരോരുത്തരും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അത്തരത്തിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിവ്യൂ ആണ് തിയററ്റിക്കൽ റിവ്യൂ. അപ്പോൾ ഓരോരുത്തരുടെയും പഠനഫലമായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസിൻ്റെ ഒക്കെയും കോൺസെപ്റ്റിൻ്റെ ഒക്കെയും കമ്പാരിറ്റീവ് സ്റ്റഡിയാണത്. അതിന് വേണ്ടിയിട്ടാണ് റിവ്യൂ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ തിയററ്റിക്കൽ റിവ്യൂ എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ?